ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗും അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ കുറച്ചെങ്കിലും ഇൻറ്റ്യൂട്ടീവ് ആണെങ്കിൽ, അതായത് അവർക്ക് 24 മണിക്കൂറും ഒരു വ്യക്തിയുടെ മാത്രം ചിന്തയാണ് വരുന്നത്, അവരെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് എങ്കിൽ അവർക്ക് തന്നെ സ്വയം തോന്നുകയാണ്, എനിക്ക് എന്തായാലും ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം, അവർക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കണം ഞാൻ എന്നുള്ള ഒരു തോട്ട്സ് അവരുടെ മനസ്സിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം അവർ 24 മണിക്കൂറും ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇവർക്ക് ഇങ്ങനെയും തോന്നുകയാണ്, ഇത്രയും സമയം തന്നെ ഒരു വ്യക്തിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ എനിക്ക് ആ വ്യക്തിയുമായിട്ടൊരു സ്ട്രോങ് കണക്ഷനാണ് ഉള്ളത് എന്നും ഇവർക്ക് തോന്നുകയാണ്. ഇവിടെ ഇവർക്ക് ഇങ്ങനെയുള്ള ഇമോഷൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഇമോഷൻസിന് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പവർഫുള്ളായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. യൂണിയൻ ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കുറേ ആൾക്കാർക്ക് ടെലിപ്പതിക്കലി കണക്ഷൻ വളരെ സ്ട്രോങ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ പരസ്പരം ടെലിപ്പതിക്കലി കണക്റ്റ് ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും അവർ ചിന്തിക്കുന്നത്, അവരെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ടെലിപ്പതിക്കലി കണക്ഷൻ നിങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ സൈൻ നോക്കുകയാണെങ്കിൽ ഓൾ സൈൻ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ധനുരാശി കുറച്ച് കൂടുതലായിട്ടാണ് ഇവിടെ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 3 സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ ഒരു അതോറിറ്റിക് ഫിഗർ ഉണ്ട്. ആ ഒരു അതോറിറ്റിക് ഫിഗർ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് എന്നാണ് ഒരു സിറ്റുവേഷൻ. അതായത് അവർ പ്രഷർ ചെയ്യുന്നത് എന്തിനെന്ന് വച്ചാൽ അവരുടെ ഇഷ്ടത്തിന് ഇവർ മാരേജ് ചെയ്യണം. നിങ്ങളുടെ പേഴ്സൻ്റെ അച്ഛനോ അമ്മയോ ആയിരിക്കാം അതോറിറ്റിക്കായിട്ടുള്ള ആ ഒരു ആൾ. അവരുടെ ഇഷ്ടത്തിന് ഇവരെ മാരേജ് ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നുണ്ട്, പ്രഷർ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സൈലൻ്റ് ആയിട്ടുള്ള സോണിലാണ് ഇരിക്കുന്നത്. കാരണം ഇവർ വിചാരിക്കുന്നത് ഇങ്ങനെ സമാധാനമായിട്ടിരുന്നൊരു ആക്ഷൻ എടുക്കാമെന്നാണ്. ചില ആൾക്കാരുടെ പേഴ്സൺ ഓൾറെഡി അവരുടെ മേൽ ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ളത് കാരണം ഇവർക്ക് ഇവരെ കൊണ്ടൊരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല. എന്ത് ആക്ഷൻ ഞാൻ എടുക്കും, എൻ്റെ മേൽ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാൻ എങ്ങനെ ആക്ഷൻ എടുക്കും, അങ്ങനെ ഒരു കൺഫ്യൂഷനിലാണ്. ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ ആ ഒരു കാസ്റ്റ്, ട്രഡീഷൻ, കൾച്ചർ, സ്റ്റാറ്റസ് എല്ലാം ഇവരുടെ നേരെ വന്നാൽ ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കുവാനും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് എതിരായിരിക്കുമ്പോഴാണ് ഇവർക്ക് ഒരു ആക്ഷൻ എടുക്കുവാൻ പറ്റാതിരിക്കുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെ ആലോചിക്കുകയാണ്, എല്ലാം എനിക്ക് നല്ലതായിട്ട് വന്നെങ്കിൽ എനിക്കൊരു ആക്ഷൻ എടുക്കാമായിരുന്നു എന്ന്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, കപ്പിൾസാണ് നിങ്ങൾ. നിങ്ങളുടെ ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയാണ് ഈ ഒരു റീഡിംഗ് കാണുന്നത്. ഇവിടെ എന്തോ സിറ്റുവേഷൻ കാരണമോ ഏതോ തേർഡ് പാർട്ടി കാരണമോ നിങ്ങളുടെ ഇടയിൽ സെപ്പറേഷൻ ഉണ്ടായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മാരേജ് റിലേറ്റഡ് ആയിട്ട് എന്തോ വലിയൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഐസൊലേഷനിലാണ്. ഇവർ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച ഒരു ശാന്തമായ മനസ്സോടെ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത്, ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് പബ്ലിക് ഇമേജിലുള്ള ആളായിരിക്കാം. ഇവർ ഒരു ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കാര്യങ്ങൾ ഇവരുടെ ഫേവറിൽ വരുന്നത് വരെ ഇവർ വെയിറ്റ് ചെയ്യുകയാണ് ഒരു ആക്ഷൻ എടുക്കുവാൻ വേണ്ടി. ഇവർ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും സമാധാനമായിട്ട് അവസാനിക്കുവാനാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇവരുടെ ഫേവറിൽ വരുന്നത് വരെ ഇവർ ആക്ഷൻ എടുക്കാതെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ 3 സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുവാനാണ്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് നല്ലത് മാത്രമായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് നിങ്ങളോട് ഇവർ പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലും ഉള്ളത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഇവർ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്തത് അതിൻ്റെ മേലൊരു കംപ്ലീഷൻ്റെ എനർജിയിലാണ് ഉള്ളത് ഇവർ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കാർമികമായിട്ടുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അത് റിലീസായി പോകുന്നതാണ്. ഇല്ല, ഇവരുടെ കൂടെ കാർമികമായിട്ടുള്ള ആരെങ്കിലും അസോസിയേറ്റഡ് ആയിട്ടുണ്ട് എങ്കിൽ അവർ ഇവരുടെ ലൈഫിൽ നിന്ന് റിലീസായി പോകുന്നതാണ്.
നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ പവർഫുൾ ആയിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതാണ്. ഇവർ നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മേൽ ഇപ്പോഴും ഇവരുടെ കണ്ണുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ആരോട് സംസാരിക്കുന്നു എല്ലാം ഇവർ നോക്കുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നിങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൊസസീവ് ആകുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത്, ഒന്നുകിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇമോഷണലി വിഡ്രോ ചെയ്യും, ഇല്ല എങ്കിൽ ഇവർ ആ ഒരു സിറ്റുവേഷനിൽ ബാലൻസ് കൊണ്ടുവരും. ഇവിടെ മൂവ് ഓണിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എല്ലാം ഉപേക്ഷിച്ച് പുറത്ത് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫെമിനിൻസ് എനർജിയുടെ ഭാഗത്തു നിന്നാണ് എഫേർട്ട് ഉണ്ടാവുന്നത്. മാസ്കുലിൻ എനർജിയുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ടും ഉണ്ടാകുന്നില്ലായിരുന്നു ഇതുവരെ. അതായത് നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും അത് മാസ്കുലിൻ എനർജി, നിങ്ങൾ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും നിങ്ങൾ ഫെമിനിൻസ് എനർജിയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് നിങ്ങൾ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണ് വേണം, നിങ്ങളുടെ പേഴ്സണുമായിട്ടൊരു യൂണിയൻ വേണം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയുള്ള എഫേർട്ട് എടുക്കും. അവരുടെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ടും ഉണ്ടാവത്തില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയായി വരികയാണ്. അവരുടെ ഭാഗത്തുനിന്നും എഫേർട്ട് എടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഫസ്റ്റ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിട്ടോ കോൾ വരുന്നതായിട്ടോ കാണാൻ സാധിക്കുന്നത്. അതായത് അവർ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നതിൻ്റെ ഒരു സൈനായിട്ടായിരിക്കാം ആ ഒരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ എന്താണോ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച്, അതനുസരിച്ചാണ് തീരുമാനം എടുക്കുന്നത്. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുവാനാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ഇവർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റീഡിങ്ങിലൂടെ ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കുമ്പോൾ അവരുടെ. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ സഫറിങ് സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എനർജി എന്ന് പറയുന്നത് മാക്സിമം 2 days അല്ലെങ്കിൽ മിനിമം 2 hours നിങ്ങൾക്ക് റെസൊണേറ്റ് ആകുന്നതാണ്. ഇവിടെ യൂണിയൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി പൊസസീവ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കോളോ മെസ്സേജോ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ എല്ലാ നെഗറ്റിവിറ്റിയിൽ നിന്നും പുറത്തു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ അവെയർ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള പഴയ മെമ്മറീസ് ഇവർ റീകോൾ ചെയ്യുകയാണ്. ഇവിടെ കാർമിക് ലൈഫിൽ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ മനസ്സ് അത്രമാത്രം ദുഃഖത്തിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കർമ്മം കൊണ്ട് വിഷമിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ അമ്മയുമായിട്ടാണ് ബാഡ് കർമ്മ അസോസിയേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് അമ്മയുമായിട്ട് വഴക്കിടുകയും അമ്മയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയം ഇവർ തോറ്റുപോയി എന്ന് ഫീൽ ആവുകയാണ്. പക്ഷേ വരാൻ പോകുന്ന സമയം ഇവർ ഒരു ജഡ്ജ്മെൻറ്റ് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തോറ്റുപോയി എന്ന് തന്നെ അവർക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവർ എല്ലാ ഡിസിഷനും അവരുടെ മേൽ വച്ച് ഒരു തീരുമാനം എടുക്കുന്നതാണ്. അതായത് എൻ്റെ ഇഷ്ടം ഞാൻ നടപ്പിലാക്കും എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നതാണ്. അതായത് എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും, അതിന് ആൾക്കാർ എന്ത് പറഞ്ഞോളട്ടെ, എനിക്കൊരു കുഴപ്പവുമില്ല എന്നുള്ള രീതിയിൽ ഇവർ ഡിസിഷൻ എടുക്കുന്നതാണ്. ഇവിടെ മദർ ഗായയുടെ വൈബ്രേഷൻ പറയുന്നത് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് നിങ്ങളുടെ പേഴ്സൺ എടുക്കാൻ പോകുന്നത് എന്നാണ്. ഇവിടെ കാർമിക് സൈക്കിൾ ഡെഫിനറ്റ്ലി റിലീസാവാൻ പോകുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് സമൂഹം, സ്റ്റാറ്റസ്, കാസ്റ്റ്, കൾച്ചർ എന്തായിക്കൊള്ളട്ടെ, ഇവരുടെ ഇടയിൽ തടസ്സമായി നിൽക്കുന്ന എന്തായിക്കൊള്ളട്ടെ അതെല്ലാം റിലീസാവാൻ പോകുകയാണ്. ഇവർ ബാക്കൗട്ട് ചെയ്യത്തില്ല, ഇനി മാസ്ക് ഇടത്തില്ല. നിങ്ങളുടെ മുന്നിൽ എന്താണോ നിങ്ങളുടെ മുമ്പിൽ പറയേണ്ടത് തുറന്ന് പറയുന്നതാണ്. എന്ത് ആക്ഷനാണോ നിങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ടത് അത് ഇവർ എടുക്കുന്നതാണ്. അതായത് ഇവർ എന്ത് ആക്ഷനാണോ എടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് നിങ്ങളോട് മെസ്സേജോ കോളോ ചെയ്ത് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ ഉള്ള വൈബ്രേഷൻ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വരാൻ പോകുന്ന 2 ദിവസത്തിനുള്ളിൽ മിക്കവാറും ആൾക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം.
ഫസ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് നോ കോൺടാക്ട് സിറ്റുവേഷനിലുള്ളവർക്കാണ്. അതായത് നിങ്ങൾ കുറേ നാളായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. ഒരേ പേഴ്സണിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ശ്രമിക്കണമെന്നാണ്. കാരണം അവരോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവരുടെ ഭാഗത്ത് നിന്ന് എന്താണ് തീരുമാനം നിങ്ങൾക്ക് വേണ്ടി ഉള്ളത് എന്ന്. അതനുസരിച്ച് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഏഞ്ചൽസ് പറയുന്നത് ഒരു വ്യക്തിയിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കരുത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുത്ത് നോക്കുക. അവരുടെ ഭാഗത്തുനിന്ന് എന്താണോ റെസ്പോൺസ് കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക. അതല്ലാതെ ചുമ്മാ ഇങ്ങനെ സ്റ്റക്കായിട്ടിരിക്കരുത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് എല്ലാ റെസ്പോൺസും കിട്ടിയിട്ടും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. അല്ല, ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് ടേക്ക് ആക്ഷൻ എന്നാണ്. ചിലപ്പോൾ ചില ആൾക്കാരുടെ പേഴ്സൺ 6 മാസം 7 മാസം അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഏഞ്ചൽസ് ഇങ്ങനൊരു മെസ്സേജിലൂടെ ഈ ഒരു മെസ്സേജ് അവരിൽ എത്തിക്കുന്നത്. ഓപ്പോസിറ്റ് വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകരുത്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ ആക്ഷൻ എടുക്കുക. ചില ആൾക്കാർക്ക് ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ചില ആൾക്കാർക്ക് ഈ സമയം വളരെ മോശമായാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അല്ല എങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കി കാണും. പക്ഷെ വരാൻ പോകുന്ന സമയം പോസിറ്റീവായിട്ടുള്ള ഒരു ആക്ഷൻ നിങ്ങളുടെ നേർക്ക് നിങ്ങളുടെ പേഴ്സൺ ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.